ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. البدر علينا طلع البدر علينا طلع البدر علينا طلع البدر علينا طلع البدر علينا. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മധു പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മധു പറഞ്ഞോളൂ നിങ്ങളൊന്നും ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഈ സദസ്സിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. റസൂൽ ജനിച്ച ദിനം, അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം. അവിടെ നബി ഇല്ല, റസൂലില്ല. നബി ജനിച്ചപ്പോൾ റസൂലല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ, സംശയമില്ല. ഏറ്റവും വലിയ ബോംബിന്റെ നാവ് നിങ്ങളൊക്കെ നിൽക്കുന്ന അതുകൊണ്ടാ. പെട്ടുപോകരുത് മക്കളെ, ഞാൻ പെട്ടതുപോലെ പെട്ടുപോകരുത് മക്കളെ, ഞാൻ പെട്ടതുപോലെ പെട്ടുപോകരുത്. طلع البدر علينا من ثنيات الوداع من ثنيات الوداع. البدر علينا طلع 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 البدر علينا من ثنيات الوداع. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العلي العظيم. وقال حبيبنا وسيدنا محمد صلى الله عليه وسلم أنا سيد ولد آدم. صدق رسول الله. يا خير من دفنت بالقاء أعظمه فطاب من طيبهن القاء والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാനമുള്ള പണ്ഡിതന്മാരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ.
നമ്മുടെയും നാം ദുആ കൊണ്ട് കടപ്പെട്ടവരുടെയും ജീവിതത്തിലെ പാകപ്പഴവുകൾ പുറത്തു തന്ന് ആഖിബത്തു നന്നായി മരിച്ച് സ്വർഗം പുൽകുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ലോകത്ത് കടന്നുപോയ അനേകായിരം ചരിത്ര പുരുഷന്മാരിൽ, അനേകായിരം വിപ്ലവകാരികളിൽ, നവോത്ഥാന നായകരിൽ, ചരിത്രപരമായ വിശകലനങ്ങളിലൂടെ ലോകത്ത് ഏറ്റവും ഉന്നതമായ പദവി അലങ്കരിക്കുന്ന നേതൃത്വമാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലാന്തരങ്ങളിൽ കടന്നുപോയ യുഗ ചരിത്ര പുരുഷന്മാരുടെ വിവിധ ചരിത്രമുഖങ്ങളെ അനാവരണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക മണ്ഡലങ്ങളെ സമുദ്ധരിച്ച് സാമൂഹിക വിപ്ലവത്തിന്റെ മുന്നണി പോരാളികളായി ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ജാജ്വല്യപൂർണമായ ഇതിഹാസം രചിച്ച് കടന്നുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് എക്കാലത്തും സ്മരിക്കപ്പെടുകയും ഓർക്കപ്പെടുകയും ചെയ്യുന്ന നേതൃത്വമാണ്. അതോടൊപ്പം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ള ചരിത്ര പുരുഷന്മാരെ പോലെ ഏതെങ്കിലും ഒരു പരിമിതമായ കാലഘട്ടത്തിലേക്കോ ഏതെങ്കിലും ചുരുങ്ങിയ സമൂഹത്തിലേക്കോ മാത്രം നിയോഗിക്കപ്പെട്ട ഒരു നേതൃത്വമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നതുപോലെ അന സയ്യിദു വൽദി ആദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഭൗതികമായ ജീവിത രംഗത്തേക്ക് ഭൗതിക ജീവിത അവസ്ഥകളോടുകൂടെ കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ ലോകത്ത് മാനവരാശിയുടെ ജീവിത ചലനങ്ങൾ തുടക്കം കുറിച്ച സന്ദർഭത്തിൽ തന്നെയും ലോകത്ത് കടന്നുപോയ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും നേതൃത്വമായി ലോകചരിത്രത്തിൽ എഴുന്നു നിൽക്കുന്ന ഘടകമാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത ചരിത്ര പുരുഷന്മാരെ പുകഴ്ത്തുവാനും പ്രതിപാദിക്കുവാനും പരിചയപ്പെടുത്തുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഭിന്നമായി അത്തരം നേതാക്കളെയൊക്കെയും സ്മരിക്കുകയും ഓർക്കുകയും ചെയ്തിട്ടുള്ളത് അവരുടെ ജീവിത ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവർ കടന്നു വന്നതിനു ശേഷമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഭൗതികമായി കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ ആത്മീയമായ നേതൃപദവി അലങ്കരിച്ചുകൊണ്ട് മാനവരാശിയുടെ ഉന്നതമായ നേതൃപദവിയിലേക്ക് ഉയർന്നു വന്നതുകൊണ്ട് അന സയ്യിദു വൽദി ആദം, ഞാൻ മാനവരാശിയുടെ മൊത്തമായ നേതൃത്വമാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം നമ്മെ പഠിപ്പിക്കുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഭൗതികമായ ജീവിത രംഗത്തേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദം അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള ജനവിഭാഗത്തിന്റെ നേതൃത്വമായതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ മനുഷ്യന്റെ ഭൗതിക രൂപത്തിലേക്ക് രൂപം പ്രാപിച്ച് രംഗത്ത് വരുന്നതിന്റെ മുമ്പ് തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗലോകത്ത് അല്ലാഹുവുമായൊരു സൗന്ദര്യ പിണക്കം സംഭവിക്കുമ്പോ ആ പിണക്കത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവിടത്തെ ജീവിതത്തിന്റെ രക്ഷാമാർഗമായി അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയപ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയ ലോകത്ത് പ്രഥമമായി പടക്കപ്പെട്ട സൃഷ്ടി എന്ന നിലക്കും മനുഷ്യ സമൂഹത്തിന്റെ പ്രഥമ നേതൃത്വം എന്ന നിലക്കും ആദം അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള മനുഷ്യ സന്തതികളുടെ സയ്യിദാണ് നേതാവെന്ന നിലക്കും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതയാത്രകളിൽ ആ നേതാവ് കടന്നു വരികയാണ്. ഇങ്ങനെ മനുഷ്യന്റെ ഉത്ഭവം മുതൽക്ക് ആ പ്രവാചകൻ മാനവരാശിയുടെ ജീവിത മണ്ഡലങ്ങളിലുണ്ട്. നമുക്കറിയാം, ഇങ്ങനെ ലോകത്തു കടന്നു വന്ന ജനതയും അമ്പിയാക്കളുമെല്ലാം ആ പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തിയവരാണ്.
ആ പ്രവാചകന്റെ പരിചയപ്പെടുത്തലുകളില്ലാത്ത, ആ നേതാവിനെ കുറിച്ച് മദ്ഹ് പറയലുകളില്ലാത്ത ഒരു വേദഗ്രന്ഥമോ മറ്റൊരു രേഖയും ലോകത്തേക്ക് നൽകപ്പെട്ടിട്ടില്ല. മഹാനായ കലീമുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക് തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം നൽകുമ്പോ, ആ തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച പണ്ഡിതനാണ്. ആ പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ എന്റെ വേദഗ്രന്ഥത്തിൽ അങ്ങയെക്കുറിച്ചുള്ള പ്രതിപാദ്യം കണ്ടിട്ടുണ്ട്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, ലോകത്ത് സുവിശേഷകനായി കടന്നു വരുന്ന നേതാവ്, ലോകത്ത് താക്കീതുകാരനായി കടന്നു വരുന്ന നേതാവ്, അങ്ങനെയുള്ള ഒരു നേതാവിനെ കുറിച്ച് തൗറാത്തിൽ പരിചയപ്പെടുത്തലുകളുണ്ട്. മാത്രമല്ല മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക് തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കരാർ എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാമം പ്രതിപാദിച്ചുകൊണ്ട്, അവിടുന്ന് ജനിക്കുന്ന ജന്മസ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട്, ആ നേതാവ് ഹിജ്റ പോകുന്ന പ്രദേശത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക് തൗറാത്ത് കൊടുത്തിട്ട് അല്ലാഹ് പറയുന്നത് എന്താണ്? ആ തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാൻ അവകാശപ്പെട്ടവരാരാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ വിശേഷണങ്ങളും ആ തൗറാത്തിലൂടെ പരിചയപ്പെടുത്തിയിട്ട്, ഈ വിശേഷണങ്ങളൊക്കെയുള്ള ഒരു നേതാവ് ലോകത്ത് വന്നാൽ ആ നേതാവിനെ പ്രവാചകനായി സ്വീകരിച്ച് ആ നേതാവിലേക്ക് നൽകപ്പെടുന്ന വേദഗ്രന്ഥത്തെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരമപ്രധാനമായ വേദഗ്രന്ഥമായി സ്വീകരിച്ച് തൗറാത്തിന്റെ നിയമങ്ങൾ മാറ്റിവെച്ച് പരിശുദ്ധമായ ഖുർആൻ സ്വീകരിച്ചവർക്കല്ലാതെ തൗറാത്തിന്റെ അവകാശികളാകാൻ അർഹതയില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് തൗറാത്തിൽ പരിചയപ്പെടുത്തുകയാണ്, തൗറാത്തിലൂടെ പ്രവാചകന്റെ മദ്ഹ് പറയുകയാണ്. മാത്രമല്ല സഹോദരന്മാരെ, ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് നൽകപ്പെട്ട ഇഞ്ചീല് അന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യക്ഷത്തിൽ ജന്മം കൊണ്ടിട്ടില്ല. അങ്ങനെ ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥം ഈസാ അലൈഹിസ്സലാമിന്റെ കൈകളിലേക്ക് നൽകിയിട്ട് അള്ളാഹുവിന്റെ ഓർഡർ എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുകയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ട ഇഞ്ചീലിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ സവിശേഷമായ വിശേഷണങ്ങൾ ആ പരിശുദ്ധമായ വേദഗ്രന്ഥത്തിലൂടെ പരിചയപ്പെടുത്തിയിട്ട് ആ വിശേഷണങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് അതാ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാവുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഞ്ചീലിലൂടെ പരിചയപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്ത് കടന്നു വന്നാൽ ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥം പൂട്ടിവെച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരം ഗ്രഹിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിച്ചവർക്കല്ലാതെ പരിശുദ്ധമായ ഖുർആൻ സ്വീകരിച്ചവർക്കല്ലാതെ ഒരിക്കലും ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിന്റെ അവകാശികളാകാൻ അർഹതയില്ല. സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ, ആ മദ്ഹുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയിട്ടാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഭൗതികമായ ജീവിത സാഹചര്യത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ ആ പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ആ പ്രവാചകനെ കുറിച്ച് മദ്ഹ് പറയുകയും ചെയ്യുന്നത് മുൻകാല വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ വിഷയത്തെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാണ്?
ഇഞ്ചീലിലൂടെ ലോകത്ത് മദ്ഹ് ചെയ്ത നേതാവാണ്, ഇഞ്ചീലിലൂടെ ലോകത്ത് പ്രകീർത്തിച്ച നേതാവാണ്, തൗറാത്തിലൂടെ അല്ലാഹു തആല പ്രകീർത്തനം ചൊരിഞ്ഞ നേതാവാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, മസലുഹും ഫിത്തൗറാത്തി വമസലുഹും ഫിൽ ഇൻജീലി കസ്സറഇൻ അഖ്ജറ ശത്അഹു. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇൻജീലിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തി, തൗറാത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തി. ആ നിലക്കാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് ജന്മം കൊണ്ടിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ പ്രവേശനം, അത് റസൂലുള്ളാഹിന്റെ രംഗപ്രവേശനം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ തെരഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സലാം കടന്നു വരികയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അൻത ഇബ്നു സലാം ആലിമു അഹ്ലി യസ്രിബ, യസ്രിബിലെ പണ്ഡിതനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാമാണോ നിങ്ങൾ? ഖാല, അദ്ദേഹം പറയുകയാണ്, നഅം, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു സലാമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, നാശത്തുക ബില്ലാഹില്ലദീ അൻസല തൗറാത അലാ മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ തൗറാത്തിനെ ഇറക്കിയ അല്ലാഹനെ പിടിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഹൽ തജിദു സിഫതി ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ തൗറാത്തിൽ എന്റെ വിശേഷണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സലാം ഉണ്ടെന്ന് വിശദീകരിക്കുകയാണ്. അഷ്ഹദു അന്നക റസൂലുള്ളാഹ് വ അന്നല്ലാഹ മുൽഹിറുക വ മുൽഹിറു ദീനക അലൽ അദിയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വെളിവാക്കുന്നവനാണ്, അതുപോലെ നിങ്ങളുടെ ദീന് മറ്റുള്ള ദീനുകളെക്കാൾ ഏറ്റവും വെളിവാക്കുന്നവനാണ്. വ ഇന്നി ലാജിദു സിഫതക ഫീ കിതാബില്ലാഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ തൗറാത്തിൽ അങ്ങയുടെ വിശേഷണം മദ്ഹ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് തൗറാത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹ് വിശദീകരിക്കുന്നത്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ അൻത അബ്ദീ വ റസൂലീ വലൻ യഖ്ബിലഹു അല്ലാഹു ഹത്താ യസ്തഖീമ ബിഹിൽ മില്ലത്തുൽ മുവജ്ജ. വളരെ നാശമായ ജനത, ആ ജനതയതാ പരിപൂർണമായി ഏറ്റവും കൂടുതൽ സംസ്കരിക്കപ്പെടുന്നതുവരെ അങ്ങയുടെ റൂഹ് അല്ലാഹു തആല പിടിക്കുകയില്ല. ലോകത്തെ മുഴുവനും നന്നാക്കിയെടുക്കുന്നതുവരെ ആ പ്രവാചകൻ വഫാത്താവുകയില്ല. ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടത്തെ പ്രബോധിതരായ സമൂഹം ആ പരിപൂർണമായ പ്രബോധനത്തിന്റെ ദഅവത്തിന്റെ കാരുണ്യം അനുഭവിക്കുന്നതുവരെ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നതുവരെ, അതേ വിശുദ്ധമായ അറേബ്യയുടെ മണൽത്തരികളെ ഇസ്ലാമികമായ വിപ്ലവത്തിന്റെ പരവതാനിയായി അല്ലാഹുവിന്റെ റസൂൽ പാകപ്പെടുത്തുമെന്നുൾപ്പെടെയുള്ള പ്രകീർത്തനങ്ങൾ തൗറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇൻജീലിൽ അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. ഇത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് അവിടത്തെ കുറിച്ച് മദ്ഹ് പറഞ്ഞു എന്നതുപോലെ, ജനിക്കുന്നതിന്റെ മുമ്പ് അവിടത്തെ കുറിച്ച് പരിചയപ്പെടുത്തി എന്നതുപോലെ പരിശുദ്ധമായ ഖുർആനിന്റെ വഴികൾ ഓരോന്നും എടുത്തു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ മദ്ഹ് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹിനെ മൊത്തമായി അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ഖുർആൻ മദ്ഹ് പറഞ്ഞു. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ, അങ്ങയുടെ ജീവിതം, അങ്ങയുടെ ജീവിത സ്വഭാവം എന്നത് ലോകത്തെ ഏറ്റവും സമ്പൂർണമായ, ഏറ്റവും സാംസ്കാരികമായ, ഏറ്റവും സമുന്നതമായ സ്വഭാവ ഗുണത്തിന്റെ ഉടമയാണ് അങ്ങെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് ഖുർആൻ മദ്ഹ് പറയുകയാണ്. ഇങ്ങനെ മദ്ഹ് പറഞ്ഞു എന്നു മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മൊത്തമായ ജീവിതത്തെ മദ്ഹ് ചെയ്ത ഖുർആൻ അവിടുത്തെ ജീവിതത്തിലെ ഓരോ അവയവങ്ങളെ എടുത്തുകൊണ്ട് മദ്ഹ് ചെയ്തിട്ടുണ്ട്. നസല ബിഹിർ റൂഹുൽ അമീനു അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന്റെ പോരിശയായി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്.
മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് വഹി സ്വീകരിക്കാൻ കഴിയുന്ന, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി സംവദിക്കാൻ കഴിയുന്ന സവിശേഷമായ ഹൃദയത്തിന്റെ ഉടമയാണ് അല്ലാഹുവിന്റെ റസൂല് എന്നിങ്ങനെ റസൂലുള്ളാന്റെ ഹൃദയത്തെക്കുറിച്ചാണ് ഖുർആൻ മദ്ഹ് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുകയാണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയേ, അങ്ങയുടെ മുഖം ഏതു ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു? ആ മുഖത്തിന്റെ പ്രതിഫലനം എന്താണ്? ആ മുഖത്ത് പ്രതിഫലിക്കുന്ന താല്പര്യം എന്താണ്? ആ താല്പര്യം കണ്ടുകൊണ്ട് അല്ലാഹു തആല അത് നടപ്പിലാക്കുകയാണ്. ഇങ്ങനെ റസൂലുള്ളാന്റെ മുഖഭാവം കണ്ടുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കിയ അല്ലാഹു ആ പ്രവാചകന്റെ മുഖത്തിന്റെ പവർ പറയുകയാണ്. വീണ്ടും ഖുർആൻ പറയുകയാണ്, മാ ദാഗൽ ബസറു വമാ തഗാ. നബിയേ, അവിടുത്തെ ജീവിതം പരിപൂർണമായി സാംസ്കാരിക സമ്പന്നമാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. മാ ദാഗൽ ബസറു വമാ തഗാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാഴ്ച അത് സാധാരണ മനുഷ്യന്മാരുടെ കാഴ്ച പോലെയല്ല. പ്രവാചകന്റെ കാഴ്ച എന്ന് പറയുന്നത് പവറുള്ള കാഴ്ചയാണ്. തിന്മകൾ കാണാത്ത കാഴ്ചയാണ്. പ്രവാചകന്റെ കൺതടമെന്ന് പറയുന്നത് തിന്മകളിൽ നിന്ന് പരമപരിശുദ്ധമായി പരിരക്ഷിക്കപ്പെട്ട കൺതടങ്ങളാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഈ നിലക്ക് റസൂലുള്ളാന്റെ ജീവിതത്തെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ അവയവങ്ങളും എടുത്തിട്ട് പരിശുദ്ധമായ ഖുർആൻ അവിടുത്തെ മദ്ഹ് ചെയ്തില്ലേ? എത്രത്തോളം എന്നറിയുമോ? പ്രവാചകന്റെ ചുണ്ടിനെ പരിശുദ്ധമായി പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ആരെങ്കിലും ബൈഅത്ത് ചെയ്താൽ അവർ ഇന്നമാ യുബായിഊനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരാൾ ബൈഅത്ത് ചെയ്താൽ അല്ലാഹുവിന് കൈകളില്ല, പക്ഷേ ആ ബൈഅത്ത് അല്ലാഹുവിന്റെ തന്നെ കൈ പിടിച്ചു ബൈഅത്ത് ചെയ്തതുപോലെയാണ്. ഇവിടെ അല്ലാഹുവിനെ പോലെ പ്രവാചകനാക്കി എന്ന് അല്ലാഹുവിന് ബേജാറില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചാരെങ്കിലും ബൈഅത്ത് ചെയ്താൽ അല്ലാഹുവിന്റെ കൈ പിടിച്ചു ബൈഅത്ത് ചെയ്തതുപോലെയുള്ള പവറാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ മദ്ഹ് ചെയ്തില്ലേ? ഇങ്ങനെ മദ്ഹ് ചെയ്ത് പരിശുദ്ധമായ ഖുർആൻ അവിടുത്തെ ചുണ്ടുകളിൽ നിന്നും നിർഗളിക്കുന്ന ശബ്ദത്തിനു വരെ ലോകത്തെ ഏറ്റവും വലിയ പുണ്യവും ഏറ്റവും വലിയ പവറും നൽകുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ച ജനങ്ങളോട്, വിശ്വാസികളോട് വിശ്വാസത്തിന്റെ ഭാഗമായി കൽപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിനെയും അന്ത്യനാളിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും വിശ്വസിച്ച സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൂച്ചുണ്ടുകളിലൂടെ പുറത്തു വരുന്ന ശബ്ദങ്ങളുണ്ടല്ലോ, ആ ശബ്ദം ലോകത്തേറ്റവും ഉന്നതമായ പവറുള്ള ശബ്ദമാണ്. ആ സൗണ്ട് ലോകത്തേറ്റവും പുണ്യമാക്കപ്പെട്ട ശബ്ദമാണ്. അതുകൊണ്ട് ആ ശബ്ദത്തിനേക്കാൾ നിങ്ങളുടെ ശബ്ദമുയർന്നുകൂടാ. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ്, എന്തേ റസൂലുള്ളാഹിന്റെ ശബ്ദത്തിനേക്കാളും നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല എന്ന് പറഞ്ഞത്? ലോകത്ത് ഏറ്റവും ഉന്നതമായ ശബ്ദമാണത്, ലോകത്തേറ്റവും പവറുള്ള ശബ്ദമാണത്, ലോകത്തേറ്റവും ശക്തിയുള്ള ശബ്ദമാണത്. അതുകൊണ്ട് ആ ശബ്ദത്തിനേക്കാൾ ഒരിക്കലും നിങ്ങളുടെ ശബ്ദമുയർന്നുകൂടാ. ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്ത് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ലോകത്ത് വന്ന മുഴുവൻ ജനവിഭാഗങ്ങളിലേക്കുമുള്ള നേതാവെന്ന നിലക്ക് കഴിഞ്ഞുപോയ കാലങ്ങളിലെ ജനസമൂഹത്തിലെല്ലാം പറയപ്പെട്ട, പ്രതിപാദിക്കപ്പെട്ട, പ്രശംസിക്കപ്പെട്ട നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ പ്രവാചകനെ കുറിച്ച് വേദഗ്രന്ഥങ്ങൾ മദ്ഹ് ചെയ്തു. ആ പ്രവാചകനെ കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തലുണ്ടായി. പോരാ, പരിശുദ്ധമായ ഖുർആനിന്റെ വരികളിലൂടെ അവിടുത്തെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ ഓരോന്നും എടുത്തിട്ട് അല്ലാഹു തആല മദ്ഹ് ചെയ്തത് ചരിത്രത്തിലുണ്ട്. അല്ലാഹു തആല മദ്ഹ് ചെയ്തത് പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അവിടുത്തെ മഹബത്ത് വെക്കുകയും ചെയ്യുന്ന ജനതയാണല്ലോ സ്വഹാബ. ആ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ എത്രയോ അവിടുത്തെ മദ്ഹ് ചെയ്തത് കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരിക്കൽ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അങ്ങയെ ഒന്ന് മദ്ഹ് ചെയ്യട്ടെയോ പ്രവാചകരെ, ഞാൻ അങ്ങയെ ഒന്ന് മദ്ഹ് ചെയ്തു പാട്ടുപാടട്ടെയോ? ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സമ്മതം അനുമതി നൽകുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ബൈത്ത് പാടുകയാണ്. ആ ബൈത്തിലൂടെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങേറ്റവും ലോകത്ത് പരമപരിശുദ്ധരായ നേതാവല്ലേ നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ കപ്പലുമായി യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിൽ അവിടുത്തെ മുതുകത്തങ്ങില്ലായിരുന്നോ നബിയേ? അതേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ നൂറുണ്ടായിരുന്നു എന്ന് ആദ്യമായി ലോകത്ത് പഠിപ്പിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഈ പാട്ട് പാടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി, അത് കുറച്ച് ഏറിപ്പോയി അബ്ബാസ് തങ്ങളെ, അത് ഓവറായി പോയി തങ്ങളെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി പാടിയ ചുണ്ടുകളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലാ യുഫ്ളില്ലാഹു ഫാക്കാ എന്നിങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വേണ്ടി പ്രാർത്ഥിച്ചതും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പാട്ടുപാടിയ സംഭവം, പാട്ടുപാടാൻ അനുമതി തേടിയ സംഭവം ഇബ്നുൽ ജൗസി തന്നെ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇങ്ങനെ അതാ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത് വരെ അവിടുത്തെ പല്ലുകളിൽ ഒന്നിനുപോലും ഒരു അപകടവും പറ്റിയില്ല എന്ന് പണ്ഡിതന്മാർ സ്വഹിയായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് ഈമാനുള്ള മുസ്ലിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനുള്ള ചരിത്രമല്ലേ? ഇങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനെ നാഴികക്കു 40 വട്ടം മദ്ഹ് ചെയ്തവരാണ് സ്വഹാബ. വാഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദീ. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുകയാണ്, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ പോരിശയായി അവർ പറയുന്നത് എന്താണ്? യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഇന്ന് പ്രവചിക്കാൻ കഴിയുന്ന, ഇന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് വിശുദ്ധമായ മക്കായുടെ മണൽപ്പരപ്പിലൂടെ കാൽപാദം ചവിട്ടി മദീനയുടെ ചരൽ കുന്നുകൾ താണ്ടിക്കടക്കുന്ന അല്ലാഹുവിന്റെ റസൂല്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കത്ത് ജന്മം കൊള്ളുമ്പോൾ ആ നൂറിന്റെ പ്രകാശ കിരണങ്ങളെ കൊണ്ട് മക്ക വെളുത്തിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായപ്പോൾ മദീന കറുത്തിരുണ്ടുപോയി എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോകും കൊച്ചുകുട്ടികളല്ലേ പ്രവാചകന്റെ പ്രകീർത്തനം പാടിയത്, കൊച്ചുകുട്ടികളല്ലേ പ്രവാചകന്റെ മദ്ഹ് പാടിയത്. തൊലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രജ്വലിച്ചു നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനോട് ഉപമപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സ്വഹാബത്ത് പാട്ടുപാടി മദ്ഹ് പറഞ്ഞത് ചരിത്രത്തിലുണ്ട്. മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നീണ്ട കവിതകളുണ്ട്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രവാചക പ്രകീർത്തനങ്ങളുണ്ട്. ഈമാനുള്ള മുസ്ലിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണത്. ലോകത്തെ മുസ്ലിങ്ങൾക്കിടയിൽ സ്വന്തം നേതാവിന്റെ മദ്ഹുമോ എന്ന തർക്കം ലോകത്താദ്യമായി വഹാബികളല്ലാതെ കൊണ്ടുവന്നിട്ടില്ല.
ഇസ്ലാമിലെന്നു മാത്രമല്ല ഏതൊരു പ്രസ്ഥാനം എടുത്തു പരിശോധിച്ചു നോക്കിയാലും ആ പ്രസ്ഥാനത്തിന്റെ നായകന്മാരുടെ പോരിശ പറയാൻ പറ്റൂല എന്ന് പറയുന്നത്, ആ നേതാക്കളെ പ്രകീർത്തിച്ചുകൂടാ എന്ന് പറയുന്ന വിഡ്ഢിത്തം നിറഞ്ഞ ഒരു ആശയം ലോകത്തെ മനുഷ്യജന വിഭാഗത്തില് വഹാബി മൗലവിമാരല്ലാതെ വിളിച്ചു പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നു മാത്രമല്ല സ്വന്തം പ്രാസ്ഥാനിക നായകന്റെ മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ആ നേതാവിനെ പ്രകീർത്തിക്കുക എന്നത് വൃത്തികേടാണ്, തോന്നിവാസമാണ് എന്ന് ലോകത്താദ്യമായി പറഞ്ഞ മനുഷ്യക്കൂട്ടത്തിലെ ഒരു വിഭാഗം അത് മുജാഹിദ് മൗലവി കൂട്ടമാണ്. അല്ലാതെ ഒരു വിഭാഗവും ഇത് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവ്, ആ നേതാവ് ലോകത്ത് പ്രത്യക്ഷത്തിൽ ജന്മം കൊള്ളുന്നതിന് മുമ്പ് തന്നെ പ്രകീർത്തനങ്ങളിലൂടെ ലോകം പരിചയപ്പെട്ട ഒരു നേതാവ്. ആ നേതാവിനെ കുറിച്ച് പ്രത്യേകിച്ചും മധു പറയാൻ പറ്റുമോ പറ്റൂലേ എന്ന ഒരു തർക്കം മുസ്ലിം ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് വഹാബി മൗലവിമാരാണ്. അതുതന്നെ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള വഹാബിസത്തിൽ അതില്ല. 6-ാം നൂറ്റാണ്ടിൽ വന്ന വഹാബിസത്തിലും അതില്ല. നമ്മുടെ സക്കരിയ സ്വലാഹിയെ പോലുള്ള മൗലവിമാര് രംഗം കൈയടക്കിയ ശേഷം ഉണ്ടായ ഒരു ഏർപ്പാട്. ഇത് പറയുമ്പോൾ ഇങ്ങനെ നീണ്ട ചരിത്ര ശകലങ്ങൾ മൗലവിമാരുടെ മുമ്പിൽ വെക്കുമ്പോൾ സാധാരണ മൗലവിമാര് പറയും, സക്കരിയ സ്വലാഹി തന്നെ പറയും, കുടുങ്ങിയാൽ പറയുന്ന ഒരു വാദമുണ്ട്, ഞങ്ങൾ മധു പറയുന്നതിനെതിരല്ല. സക്കരിയ സ്വലാഹി പ്രസംഗിക്കുകയാണ്, ഞാൻ തന്നെ ഒരുപാട് മധുകന്റെ പ്രസംഗത്തിൽ പറഞ്ഞിക്കണല്ലോ. ഇവിടെ മൗലൂദിനെതിരെ സംസാരിക്കുമ്പോൾ മുസ്ലിയാക്കന്മാര് മധു പറഞ്ഞ കുറെ സംഭവങ്ങൾ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരേണ്ടതില്ല, എന്തിനാണ് കൊണ്ടുവരുന്നത്, ഞങ്ങൾക്ക് മധു പറയുന്നതിൽ ഒരു തർക്കമല്ല എന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ മൗലവി പ്രസംഗിക്കുകയാണ്. മധു പറച്ചില് മധുവിനുള്ള തെളിവുകൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പ്രശംസിച്ചത്, സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചത്, അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. മധു തർക്ക വിഷയമേ അല്ല. ഞാനിപ്പോ എന്റെ പ്രസംഗത്തിൽ എത്രയോ തവണ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മധു ചെയ്തു, അവിടുത്തെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. പക്ഷെ അതൊന്നും മൗലിദാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്നതിന് ഞങ്ങൾ എതിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുക എന്നത് നിലനിൽക്കുന്ന ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിന് ഞങ്ങൾ എതിരല്ല എന്നാണ് സക്കരിയ സ്വലാഹി പറയുന്നത്. യഥാർത്ഥത്തിൽ വഹാബികളുടെ അടിസ്ഥാനപരമായ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൂടാ എന്നതു തന്നെയാണ്. ഇവിടെ സക്കരിയ സ്വലാഹി കാണിക്കുന്ന ഒരു അബദ്ധവും കബളിപ്പിക്കലുമാണ് സഹോദരന്മാരെ ഇത്. എന്തുകൊണ്ടാണ് ഇത് കബളിപ്പിക്കലാണ് എന്ന് പറയാനുള്ള കാരണം, വേറെ ഒരു മൗലവി വഹാബീസത്തിന്റെ അടിസ്ഥാന ആശയം എന്താന്ന് പറയുന്നുണ്ട്. അതെന്താ? മദ്ഹ് പറയാൻ പാടില്ല എന്ന് തന്നെയാണ്. സക്കരിയ സ്വലാഹി പറയുന്നു, മദ്ഹ് പറയുന്നതിന് ഞങ്ങൾ എതിരല്ല, അത് കുടുങ്ങിയപ്പോ പറയുന്നതാണ്. മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മൗലവി പറയാണ്, എവിടെയാണ് മദ്ഹ് പറയാൻ അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞത്? പറഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ ആർക്കും കഴിയില്ല. മദ്ഹ് പറയുക എന്നൊരു സംഗതി ഇല്ല. അതെവിടെ വേണമെങ്കിലും ഞങ്ങൾ തെളിയിക്കാം എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. മദ്ഹ് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത്. കേട്ടോ, ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞോട് നിങ്ങളൊന്നും ഖുർആനിൽ ഒരിടത്തില്ല, ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ മദ്ഹ് പറയുക എന്നൊരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞിട്ട് മൗലവി പറയാണ്, മദ്ഹ് പറയണമെന്ന് പറഞ്ഞിക്കണമെങ്കിൽ അത് എവിടെയാ പറഞ്ഞത് തെളിയിച്ചോളി. എന്നാ സക്കരിയ സ്വലാഹി ആളെ പറ്റിക്കാൻ പറയണത് ഒന്നുകൂടി കേട്ടോളി. മദ്ഹ് പറച്ചില് മധുവിനുള്ള തെളിവുകൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പ്രശംസിച്ചത്, സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചത്, അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. മദ്ഹ് തർക്ക വിഷയമേ അല്ല. ഞാനിപ്പോ എന്റെ പ്രസംഗത്തിൽ എത്രയോ തവണ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചെയ്തു, അവിടുത്തെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. പക്ഷെ അതൊന്നും മൗലിദാവുകയില്ല. കണ്ടങ്ങൾ. അപ്പൊ മദ്ഹ് പറയുക എന്നതിന് തന്നെ അടിസ്ഥാനപരമായി വഹാബികൾ എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ സംഭവങ്ങൾ ധാരാളമായി ലോകത്തു പച്ചയായി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിലനിൽക്കുമ്പോഴും എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതിൽ നിന്ന്
മുസ്ലിം ജനസാമാന്യത്തെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ പുലവിമാര് നടത്തുന്ന വാചക കസർത്തുകളിലെ വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അടിസ്ഥാനപരമായി ഇവരുടെ അജണ്ട എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുതാക്കി കാണിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുക, അള്ളാഹുവിന്റെ റസൂലിനെ കേവലം ഒരു പൊളിറ്റിക്കൽ ലീഡറായി മാത്രം തരം താഴ്ത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടിസ്ഥാനപരമായ ആത്മീയമായ പവറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിതിരിച്ചു വിടാൻ, അവിടുത്തെ ജീവിതത്തെ ചെറുതാക്കി കാണിക്കാൻ മൗലവിമാര് മുസ്ലിങ്ങൾക്കിടയിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളാണ് ഇതൊക്കെ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ അടിസ്ഥാനപരമായി സ്വീകരിക്കാൻ വഹാബികൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം? സ്വഹാബത്തിന്റെ വിശ്വാസങ്ങളിലേക്ക് കടന്നുപോയാൽ നമുക്ക് കാണാം, ആ പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനല്ല. ആ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം അസാധാരണത്വമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് കിട്ടുന്നുണ്ട് എന്ന പ്രത്യേകത മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലുമായി സംവദിക്കുന്നു എന്നത് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിയർപ്പുകൾ പുണ്യമുള്ളതാണ്, അവിടുത്തെ ശരീരത്തിലെല്ലാം ബറക്കത്തുള്ളതും പുണ്യമുള്ളതുമാണ്, അവിടുത്തെ ജീവിതം അസാധാരണത്വമുള്ളതാണ്. ഇതല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന വാക്കിന്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമയായ റബ്ബിന്റെയും അടിമയായ മനുഷ്യന്റെയും ഇടയിലെ ഇടയാളനാണ്, മധ്യവർത്തിയാണ് എന്ന ആശയം, ആ ആശയം അംഗീകരിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അസാധാരണത്വം കാണാൻ കഴിയുകയുള്ളൂ. അത് കണ്ടതുകൊണ്ടാണ് സഹോദരന്മാരെ ചരിത്രത്തിൽ കാണാം സ്വഹാബത്തിന്റെ വിശ്വാസം. ഇദാ സ്വല്ലാ സ്വലാത്തുൽ വദാതി ജാഅ ഖദമുൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈ നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പുറത്തിറങ്ങിയാൽ പ്രവാചകന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന സ്വഹാബത്തിന്റെ കഥ പറയുന്നുണ്ട് ചരിത്രം. എന്തിനാണ് സ്വഹാബത്ത് വരുന്നതെന്നറിയാമോ? അവരുടെ കയ്യിൽ വെള്ളപാത്രമുണ്ട്. ആ വെള്ളപാത്രവുമായി അവർ ഹബീബിന്റെ മുമ്പിൽ വരുന്നത് എന്തിനാണ്? തന്റെ പരിശുദ്ധമായ കൈത്തലം ആ വെള്ളപാത്രത്തിൽ മുക്കിയാൽ ആ വെള്ളത്തിന് രോഗശമനത്തിനുള്ള പവറുണ്ട്, ആ വെള്ളത്തിനു ബറക്കത്തുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന തൗഹീദിന്റെ വിശ്വാസം, റസൂലുള്ളാഹിന്റെ കൈതൊട്ട വെള്ളത്തിനു ബറക്കത്തുണ്ട് എന്നതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വം അംഗീകരിച്ചെങ്കിൽ മാത്രമേ മുഹമ്മദുർ റസൂലുള്ളാഹിയെ അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആ നേതാവിനെ ഒരു അസാധാരണ നേതാവായി അംഗീകരിച്ചവർക്ക് മാത്രമേ ആ നേതാവിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലാൻ കഴിയുകയുള്ളൂ, ആ നേതാവിന്റെ പേരിൽ മദ്ഹ് പറയാൻ കഴിയുകയുള്ളൂ, ആ നേതാവിന്റെ പ്രകീർത്തനത്തിന് മനസ്സ് പാകപ്പെടുകയുള്ളൂ. അടിസ്ഥാനപരമായി ആ ഒരാശയം വഹാബികൾക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സാധാരണ അബ്ദുള്ളയുടെയും ഒരു സാധാരണ ആമിനയുടെയും ഒരു സാധാരണ മുഹമ്മദ് മാത്രമായി അവർ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുകയാണ്. സ്വഹാബിമാരെയും ഇമാമുമാരെയും ചെറുതാക്കി കാണിച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനെയും കേവലം ഒരു സാധാരണ മുഹമ്മദാക്കി ചിത്രീകരിച്ച് മൗലവിമാർക്ക് യഥോചിതം ചോദ്യം ചെയ്യാൻ പറ്റുന്ന കേവലം ഒരു മുഹമ്മദാക്കിയെങ്കിൽ മാത്രമേ മൗലവിമാരുടെ ബുദ്ധിക്കനുസരിച്ച് മതം പാകപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സ്വഹാബത്തിനില്ലാത്ത നിലപാട്, മുസ്ലിം ലോകത്തിനില്ലാത്ത നിലപാട്, ആ നിലപാട് ഒരു മൗലവി വിളിച്ചു പറയുകയാണ്. എന്താണ് മുജാഹിദ് മൗലവി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ അബ്ദുള്ളയുടെയും ഒരു സാധാരണ ആമിനയുടെയും മകനായി ജനിച്ച ഒരു പച്ചയായ മനുഷ്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കളറ് പച്ച എന്നല്ല, ഒരു ലോക്കൽ മുഹമ്മദ് ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്, പച്ചയായ ഒരു മനുഷ്യൻ. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി, മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യനായി പ്രവർത്തിച്ച് മനുഷ്യനായി ചിന്തിച്ച് മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു പ്രവാചകനെ സ്വഹാബത്ത് വിശ്വസിച്ചിട്ടില്ല.
അവിടത്തെ കൈത്തലം മുക്കിയ വെള്ളത്തിന് രോഗശമനം നൽകാൻ പവറുള്ള ഒരു പ്രവാചകൻ, വിയർപ്പിന്റെ സുഗന്ധം കൊണ്ട് ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തിയ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് വിശ്വസിച്ച പ്രവാചകൻ ഒരു സാധാരണ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് അല്ല. മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പ്രവാചകനാരാണ്? അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായും വ്യക്തമായും നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ആ നേതാവിനെ നിങ്ങളൊരു സാധാരണക്കാരനായി കണ്ടാൽ പോരാ. സാധാരണക്കാരായ നിങ്ങൾ പരസ്പരം ഇടപഴകുന്നതുപോലെ, സാധാരണക്കാരായ നിങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നതുപോലെ, സാധാരണക്കാരായ നിങ്ങൾ പരസ്പരം ഇടപഴകുന്നതുപോലെ ആ പ്രവാചകനോട് ഇടപഴകിക്കൂടാ, ആ പ്രവാചകനെ അഭിസംബോധനം ചെയ്തുകൂടാ. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ പരസ്പരം മുഹമ്മദ് എന്ന് അഭിസംബോധനം ചെയ്യുന്നത് പോലെ, നിങ്ങൾ പരസ്പരം മുഹമ്മദ് എന്ന് അഭിസംബോധനം ചെയ്യുന്നത് പോലെ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നത് പോലെ ആ നേതാവുമായി നിങ്ങൾക്ക് ഇടപഴകാൻ അനുമതിയില്ല. കാരണം അത് ലോകത്ത് വന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ല, ഒരു ലോക്കൽ നേതാവല്ല, ഉടമയായ റബ്ബിന്റെയും അടിമയായ മനുഷ്യന്റെയും ഇടയിലെ ഇടയാളനാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ആ നേതാവിനോട് നിങ്ങൾ ഇടപഴകുന്നത് സാധാരണ നിങ്ങൾ പരസ്പരം ഇടപഴകുന്നത് പോലെ ആയിക്കൂടാ. ആ നേതാവ് അസാധാരണക്കാരനാണ്, ആ നേതാവ് അസാധാരണത്വമുള്ളവരാണ്. അതുകൊണ്ട് സാധാരണക്കാർ ഇടപഴകുന്നത് പോലെ, സാധാരണക്കാർ പരസ്പരം സംബോധനം ചെയ്യുന്നത് പോലെ, സാധാരണക്കാർ പരസ്പരം ഇടപെടുന്നത് പോലെ ആ നേതാവുമായി ഇടപെട്ടുകൂടാ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച നിലപാട്. സാധാരണ അബ്ദുള്ളയുടെയും സാധാരണ ആമിനയുടെയും മുഹമ്മദുമാർ എത്രയുണ്ട് നമ്മുടെ നാടുകളിൽ, അവരോട് ഇങ്ങനെ ഒരു നിലപാട് ഖുർആൻ കൽപ്പിച്ചിട്ടില്ലല്ലോ. മാത്രമല്ല സാധാരണക്കാരായ നമ്മൾ പരസ്പരം വിളിക്കുന്നത് പോലെ പറയുന്നത് പോലെ ഈമാനുള്ള മുസ്ലിങ്ങൾ ആ പ്രവാചകനെ വിളിക്കാറുമില്ലല്ലോ. പരിശുദ്ധമായ ഖുർആൻ തന്നെ ആ നേതാവിനെ പേര് ചൊല്ലി വിളിക്കാറില്ല. വല്ല സ്ഥലങ്ങളിലും അവിടുത്തെ പേര് പറഞ്ഞു ഖുർആൻ വിളിച്ചാൽ തന്നെയും ആ പേരിനോടുകൂടെ പ്രവാചകന്റെ പവറാകുന്ന റിസാലത്ത് കൂട്ടിപ്പറയാറുണ്ട്. അതല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം പറയാറുള്ളത് അവിടത്തെ വിശേഷ പറഞ്ഞുകൊണ്ടാണ്. യാ മുഹമ്മദ് എന്ന് പറയാതെ യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, അല്ലെങ്കിൽ യാ അയ്യുഹൽ മുദ്ദസിർ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളിലൂടെയല്ലാതെ സാധാരണ മനുഷ്യരെ അഭിസംബോധനം ചെയ്യുന്നത് പോലെ പരിശുദ്ധമായ ഖുർആൻ അഭിസംബോധനം ചെയ്യാറില്ല. എന്നാൽ സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഈ ആശയം പോലും വഹാബി മൗലവിമാർ അംഗീകരിച്ചിട്ടില്ല. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നമ്മൾ പരസ്പരം മുഹമ്മദ് എന്ന് വിളിക്കുന്നത് പോലെ, നമ്മൾ പരസ്പരം മുഹമ്മദ് എന്ന് വിളിക്കുന്നത് പോലെ, നമ്മൾ പരസ്പരം മുഹമ്മദ് എന്ന് വിളിക്കുന്നത് പോലെ ആ നേതാവിനെ വിളിക്കരുത് എന്ന് ഖുർആൻ കൃത്യമായി കൽപ്പിച്ചിട്ട് പോലും ഒരു മുജാഹിദ് മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധനം ചെയ്യുന്ന ശൈലി കണ്ടോ മുസ്ലിമേ? പരിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ പ്രഥമ സൂറയായ ഇഖ്റ ബിസ്മി, ആ ഇഖ്റ ബിസ്മിയിലൂടെ പ്രഥമമായി പ്രവാചകനെ അഭിസംബോധനം ചെയ്തു വായിക്കാൻ ആവശ്യപ്പെടുകയാണ്. അവിടെയും യാ മുഹമ്മദ് എന്ന് ഖുർആൻ അഭിസംബോധനം ചെയ്യാതെ ഓ നബിയെ അവിടുന്ന് വായിക്കണമെന്ന് പരോക്ഷാർത്ഥത്തിൽ റസൂലുള്ളാഹിനോട് സംബോധനം ചെയ്യുകയാണ്. ഓ നബിയെ അങ്ങ് വായിക്കണം എന്ന് ആദരവോടെ അഭിസംബോധനം ചെയ്ത് കൽപ്പിച്ച ഒരു വാചകത്തെ അള്ളാഹുവിന്റെ പ്രവാചകനെ കേവലം ഒരു സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കുന്ന മൗലവിക്കൂട്ടങ്ങളിലെ ചുങ്കത്തരക്കാരനായ സുഹൈർ മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബോധനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇഖ്റ, ഓ മേമാക്ക വായിച്ചോളൂ എന്നാണ്. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ പോലെയുള്ള ആളല്ല. നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ആ പ്രവാചകനെ വിളിച്ചുകൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ ഖുർആനിന്റെ കൽപ്പന ധിക്കരിച്ച് ഒരു മുജാഹിദ് മൗലവി സ്വന്തം പിതാവിനെ പോലും വിളിക്കാത്ത തരം താഴ്ന്ന ശൈലിയിൽ
ഇഖ്റ ഓ മേമാക്ക വായിച്ചോളൂ എന്ന് അഭിസംബോധനം ചെയ്യുകയാണ്. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. അങ്ങനെ ഒരു പ്രവാചകനുണ്ടോ? അങ്ങനെ ആ പ്രവാചകനെ വിളിക്കാൻ ഖുർആൻ അനുമതി നൽകിയിട്ടുണ്ടോ? ഏറ്റവും ലളിതവുന്നതുമായ വളരെ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു പ്രകീർത്തന വാചകം, ആ വാചകത്തെ എടുത്തുകൊണ്ട് ഒരു മൗലവി വികൃതമാക്കിയിട്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പ്രയോഗിച്ച ശേഷം മൗലവി ചോദിക്കുക, നബിന്റെ പേര് കേട്ട ഒരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്താ നാം മൂപ്പര് ചോദിക്കുന്നത്? നബിന്റെ പേര് കേൾക്കുമ്പോത്തിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്താ എന്നാണ്. മൗലവിക്ക് അത് പറ്റണില്ല. കാരണം മൂപ്പര് അയലോകത്തെ മണ്ണുമത്തോടുകൂടി മേമാക്കാന്റെ മാതിരി ഒരു മേമാക്കിയാണ് മൗലവിക്ക്. ഈ മേമാക്ക അങ്ങനത്തെ ഒരു മേമാക്കിയാണ് അവർക്കുള്ളത്. നമ്മുടെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അല്ല അവർ വിശ്വസിച്ചിട്ടുള്ളത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് അത് ജയിക്കുക. അപ്പൊ നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി ഇതെന്താ? നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി ഇതെന്താ? മൂപ്പർക്ക് മനസ്സിലാകണില്ല. നബിന്റെ പേര് കേൾക്കുമ്പോത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലവിക്കുള്ള വല്ലാത്തൊരു പള്ളിക്കടി നോക്കാണ് നിങ്ങൾ. അള്ളാന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ? കാരണം അതൊരു മേമാക്കിയല്ലേ. മുസ്ലിങ്ങളുടെ പ്രവാചകൻ ഒരു മേമാക്കയല്ല, ഉടമയായ റബ്ബിന്റെയും അടിമയായ മനുഷ്യന്റെയും ഇടയിലെ ഇടയാളനാണ് മുസ്ലിങ്ങളായ ഞങ്ങളുടെ നേതാവ്. ആ നേതാവ് ഞങ്ങൾക്കു മാത്രമുള്ള നേതാവല്ല, ലോകത്ത് വന്നുപോയ എല്ലാ മാനവരാശിക്കുമുള്ള നേതാവാണ്. അതുകൊണ്ടാണ് ആ നേതാവിനെ ഞങ്ങൾ പുകഴ്ത്തി പറയുന്നത്. പക്ഷേ വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ലോക്കൽ മുഹമ്മദാക്കിയ ശേഷം, ആ മുഹമ്മദിനെ മേമാക്കയാക്കി വീണ്ടും ലോക്കൽ വൽക്കരിച്ച ശേഷം എന്തിനാ അതിന്റെ പിന്നിൽ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്താ നാം മൗലവി ചോദിക്കുന്നത്? ഈ ഒരു അടിസ്ഥാന ലക്ഷ്യത്തിലേക്ക് മുസ്ലിങ്ങളെ മെല്ലെ മെല്ലെ പാകപ്പെടുത്താൻ മൗലവിമാര് പറയുന്ന ഒരു വാദമാണ്, നിങ്ങളിങ്ങനെ വ്യാപകമായി സ്വലാത്തു ചൊല്ലരുതേ, സ്വലാത്തിന്റെ മജ്ലിസ് സംഘടിപ്പിക്കരുതേ, സ്വലാത്തിന്റെ ഹൽക്കകൾ സംഘടിപ്പിക്കരുതേ, സ്വലാത്തിന് വേണ്ടി പരസ്യം ചെയ്യരുത്. പരസ്യം ചെയ്യുക എന്നത് അത് ആരാധനന്റെ പരിപാടിയല്ല, അത് കച്ചവടത്തിന്റെ പരിപാടിയാണ് എന്നൊക്കെ സഹോദരന്മാരെ മൗലവിമാര് പറയുകയാണ്. അതൊന്നുകൂടി നിങ്ങൾ കേട്ടോളൂ. സക്കരിയ സ്വലാഹി പറയുന്നത് സ്വലാത്തിന്റെ മജ്ലിസിന് പരസ്യം ചെയ്യാൻ, ആരാധനക്ക് എന്തിനാ പരസ്യം എന്ന് ചോദിച്ച് സ്വലാത്തിനെ അടിസ്ഥാനപരമായി തകർക്കുക എന്ന അജണ്ടയെ ഒന്നാമതായി ജനങ്ങളുടെ ഇടയിൽ ഏശാൻ വേണ്ടി പറയുന്നൊരു പ്രയോഗം. നടക്കുന്നതോ കടം വീടുവാൻ, പോയ ഭർത്താവ് തിരിച്ചു വരുവാൻ, മാറാരോഗങ്ങൾക്ക് ഫലസിദ്ധി, പേപ്പട്ടി വിഷ നിവാരണത്തിന്, ഇങ്ങനെ കുറെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സന്ദർശിച്ച് സായുജ്യമടയുക എന്ന് പറഞ്ഞ് വലിയ പരസ്യം കൊടുത്ത ആളുകളെ ക്ഷണിക്കുകയാണ്. ഇബാദത്താണെങ്കിൽ പുണ്യമാണെങ്കിൽ പരസ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിസ്കാരത്തിന് ഇപ്പൊ പരസ്യം ഉണ്ടോ? ളുഹർ അസർ മഗ്രിബ് സന്ദർശിച്ച് നമസ്കരിക്കുക, സുന്നി മസ്ജിദ് കുഴിപ്പുറം. എന്താ കൊടുക്കാത്തത്? നിങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ, നിങ്ങൾക്ക് അല്ലാഹുവിൽ ദർജ കിട്ടുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ തന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സന്ദർശിച്ച് നമസ്കരിക്കുക. ളുഹർ അസർ മഗ്രിബ്, ളുഹർ 4 റക്അത്ത്, അസർ 4 റക്അത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ടോ? അത് ബിസിനസ്സാ. അഡ്വർടൈസ്മെന്റ് ഈസ് ദ കീ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ താക്കോലാണ് പരസ്യം. കാരണം ലേലം ചെയ്തെടുക്കുക, 20 ലക്ഷം 25 ലക്ഷം ലേലം ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലക്ഷം പറഞ്ഞവന് കൊടുക്കുക. ഓന്റെ പണി എന്താ? ഓന്റെ ലക്ഷം ഉണ്ടാക്കുമ്പോൾ 5 ലക്ഷം കീസിക്ക് ആക്കണം. അപ്പൊ അതിനനുസരിച്ച് എല്ലാവിധ പരസ്യങ്ങളും നൽകി യാക്കൗമിനെ അങ്ങോട്ട് ആകർഷിച്ചിട്ട് പോരിശകൾ വളർത്തിപ്പറഞ്ഞ് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ക്ഷേമമായി ആഘോഷിക്കുന്നു. ഹറാമിന് അതിർപ്പം കൂടുക. ഇവിടുന്ന് കിട്ടിങ്ങൾക്ക് ഏർപ്പാടുകൾ. ആരാധനയാണെങ്കിൽ പരസ്യം ഉണ്ടാവൂലല്ലോ, സ്വലാത്തിന് പരസ്യം ചെയ്യണുണ്ടല്ലോ, അതുകൊണ്ട് അത് കച്ചവടാണ് എന്നാ മൂപ്പരെ നെത്തീജ. എന്നാ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സക്കരിയ സ്വലാഹി നടത്തുന്ന ഒരു ഹജ്ജ് പരസ്യം കണ്ടോളൂ നിങ്ങൾ. ഇസ്ലാഹി ഹജ്ജ് ടൂർ കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ ക്ഷേമമായി നടത്തുന്നു, കേരളീയ ഭക്ഷണം കിട്ടുന്നു, ഒജീന അവിടെയും മറന്നിട്ടില്ല. അപ്പൊ ഇത് ആരാധനയാണോ മൗലവിമാരെ? ഹജ്ജ് ആരാധനയാണോ? ആരാധനയാണെങ്കിൽ എന്തിനാ മൗലവിമാരെ പരസ്യം? അപ്പൊ എന്താ? പണ്ടൊരു മൗലവിന്റെ മകൻ കളവ് കേസിൽപ്പെട്ട്, വേറൊരാളും മൗലവിന്റെ മകനും പാടെ കളവ് കേസിൽപ്പെട്ട് ചെന്നപ്പോ മൗലവിനോട് ഫത്വ ചോദിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന്. ഒരൊലക്ക മൂടോളം നെല്ല് ദാനം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, മൗലവിന്റെ മകനുണ്ട്, എന്നാ ഒലക്ക നീർത്തി വെക്കണ്ട, കടത്തി വെച്ചാൽ മതിയാണ്.
ആ മസാലയാണ് ഇവിടെയൊക്കെ ഉണ്ടാകുക. മൗലവിന്റെ ഹജ്ജിന് പരസ്യം ഉണ്ടെങ്കിൽ എന്നാ പിന്നെ എന്ത് ചെയ്യാ, എന്നാ പിന്നെ അത് പരസ്യമല്ലാതെ ഇബാദത്ത് തന്നെയാണ്, അല്ലാത്ത എന്ത് മറുപടി അഞ്ഞു ഇവിടെ പറയല്ലേ. അപ്പൊ സഹോദരന്മാരെ, അടിസ്ഥാനപരമായി ഒരു അജണ്ടയുണ്ട് വഹാബികൾക്ക്. അതെന്താണ്? ഇസ്ലാമിന്റെ ആത്മീയത തകർത്താൽ അള്ളാഹുവിന്റെ മതത്തെ തകർക്കാൻ കഴിയും. ഇസ്ലാമിന്റെ ആത്മീയത അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്മരണയിലും അവിടത്തോടുള്ള പ്രകീർത്തനത്തിലും നിലനിൽക്കുന്ന ഒന്നാണ്. അത് തകർത്താൽ മതത്തെ തകർക്കാൻ കഴിയും. അത് ഒറ്റയടിക്ക് സമുദായത്തോട് പറയാൻ പറ്റൂല. വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്താ എന്ന് ചോദിക്കണമെങ്കിൽ അതിന്റെ മുമ്പ് അവരോട് വേറെ ചിലതൊക്കെ പറയണം. അതെന്താ പറയേണ്ടത്? അതിന് ആയത്തിന്റെ ഹദീസിന്റെ തെളിവ് പിടിച്ച് സക്കരിയ സ്വലായി തന്നെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്തും പറ്റൂല എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് സക്കരിയ സ്വലായി പറയാണ്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളിയും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് മാത്രമേ പറ്റുള്ളൂ. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. ഇത് കേട്ട ഒരു മുജാഹിദും തെറ്റിദ്ധരിക്കൂല, ഞങ്ങൾ സ്വലാത്തിനെതിരൊന്നല്ല, പിന്നെ ഞങ്ങൾ ഖുർആനിൽ പറഞ്ഞത് മാത്രം എടുക്കും, ഞങ്ങൾ ഹദീസിൽ പറഞ്ഞത് മാത്രം എടുക്കും, ആ സ്വലാത്തെ ഞങ്ങൾ ചെല്ലുള്ളൂ എന്ന് വഹാബീസത്തെ ആദ്യം എത്തിച്ചു. ഇനി അതും വേണ്ടാന്ന് പറയാനാണ് അവരെ റെഡി. കാരണം അതൊരു മേമാക്കിയല്ലേ. അതിന്റെ മുന്നോടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് മാത്രം എന്ന് പറയുന്നത് നോക്കി നിങ്ങൾ. സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തൊരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത്, ആ സ്വലാത്തെ പറ്റൂ എന്നാണ് മൗലവി ഇപ്പൊ പറയണേ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് അതേതാണ്? അത് മമ്മൂട്ടി സ്വലാത്താണ് എന്ന് നമുക്ക് പറയാം. കാരണം അടിസ്ഥാനപരമായി മതത്തിലുള്ളതല്ല ഇവർ പറയണേ, ഇവർക്കനുസരിച്ച് ചിലത് പറയാം. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിലും സൂചിപ്പിച്ചു, പക്ഷേ മൗലവിന്റെയൊക്കെ അതിന് ജവാബൊന്നും കണ്ടില്ല. മമ്മൂട്ടി പറയുന്നു അത്തഹിയ്യാത്ത് ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് മാത്രമേ പറ്റുള്ളൂ എന്നാണ് മമ്മൂട്ടി മൗലവി പറയുന്നത്. സലാത്ത് എന്ന് പറയുന്ന നിസ്കാരത്തിൽ ചൊല്ലുന്ന നമ്മൾ ആ സലാത്തുണ്ടല്ലോ, അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. ആ സലാത്തിന് 1-10 നന്മ നമുക്ക് ലഭിക്കുന്നതാണ്. ആ സലാത്ത് നമ്മൾ അപ്പോ അത്തഹിയ്യാത്ത് ചൊല്ലുന്ന സ്വലാത്ത് ഏതാ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. ആ സ്വലാത്ത് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ആദ്യം വഹാബികൾ പറഞ്ഞു കൊടുത്തു. എന്തിന്? ഒറ്റടിക്കത് പറഞ്ഞാൽ മാപ്പിളാരെ കേൾക്കാൻ കിട്ടൂല. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് പരിമിതപ്പെടുത്തുക. അങ്ങനെ മനുഷ്യന്മാരുണ്ടാക്കുമ്പോൾ വരുന്ന വൈരുദ്ധ്യം വേറെ കാണാം. അത്തഹിയ്യാത്ത് ചൊല്ലുന്ന സ്വലാത്ത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ മൗലവിമാർ തന്നെ അത്തഹിയ്യാത്ത് ചൊല്ലുന്നത് അല്ലാത്ത സ്വലാത്ത് ചൊല്ലുന്നത് നോക്കി നിങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇതാ ഇബ്രാഹിമി സ്വലാത്ത്, ഇതാ അത്തഹിയ്യാത്ത് ചൊല്ലുന്ന സ്വലാത്ത്. അത്തഹിയ്യാത്ത് ചൊല്ലുന്ന സ്വലാത്ത് മാത്രമേ പറ്റുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തത് പറ്റൂലെങ്കിൽ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വലാത്ത് നരകത്തിലോ സ്വർഗത്തിലോ, നീ നമ്മളെ സക്കരിയ സ്വലായി എന്നെ ചൊല്ലിക്കോട്ടെ, റസൂലുള്ളാഹി പഠിപ്പിക്കാത്തൊരു സ്വലാത്ത്. വസല്ലല്ലാഹു അലാ നബിയിനാൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അങ്ങനെ ഒരു സ്വലാത്ത് അത്തഹിയ്യാത്തിലുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു ഹദീസിൽ ഒരു സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെയൊക്കെ എന്താ കാണുന്നത്? അത് മൗലവിയാണോ എന്നാ ഒലക്ക കടത്തി വെക്കുക എന്നുള്ളതാണ് മസാല. ഇതിലപ്പുറം അതിനൊരു മാനദണ്ഡമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയാണ് മതത്തെ കൊല്ലൽ. ബിദ്അത്ത് എന്ന് പറയുന്നത് ക്യാൻസറിനു സമാനമാണ്. ശരീരത്തിൽ അത് മെല്ലെ മെല്ലെ കയറി വന്നു അത് മുഴയായി രോഗമായി വ്രണമായി പ്രത്യക്ഷപ്പെടുമ്പോഴേ അത് ബോധ്യപ്പെടുകയുള്ളൂ. പക്ഷേ അപ്പോഴേക്ക് പിന്നെ രക്ഷപ്പെടാൻ കഴിയാതെയായി പോകും. ഇതാണ് ബിദ്അത്തിന്റെ ഓരോ രംഗപ്രവേശനവും. ഒറ്റയടിക്ക് മുസ്ലിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ എന്താ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പറ്റൂല. അത് പറയാൻ മനുഷ്യരെ പാകപ്പെടുത്തൽ എങ്ങനെയാണ്? ആദ്യം അത്തഹിയ്യാത്തിലെ സ്വലാത്തിലേക്ക് സ്വലാത്തിനെ ചുരുക്കുക. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഇബ്രാഹിം ഈ സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതി എന്നല്ല. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു ബിഹാ അശ്റാ.
എന്റെ പേരിൽ എന്തു പ്രകീർത്തനം നിങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ മദ്ഹ് നിങ്ങൾ പറഞ്ഞാലും ഒരു മദ്ഹിന് 10 ഇരട്ടി പുണ്യമുണ്ടെന്ന് ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാണ് സ്വലാത്ത് എന്ന് ഹബീബ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ലോകത്ത് വന്നുപോയ പണ്ഡിതന്മാര്, പേനയെടുക്കാൻ കഴിയുന്നവർ, ലേഖനം എഴുതാൻ കഴിയുന്നവർ, കവിത എഴുതാൻ കഴിയുന്നവർ ആ ഹബീബിനെ കുറിച്ച് പദ്യമായും ഗദ്യമായും ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് എന്ന് പറഞ്ഞ് ഇബ്രാഹിമി സ്വലാത്തിലേക്ക് പ്രഥമമായി ചുരുക്കുക, പിന്നെ അതും വേണ്ടാന്ന് പറയാം. അതിന് സക്കരിയ സ്വലായി തന്നെ ആ ശൈലി മെല്ലെ പുറത്തു പറയുന്നുണ്ട്. അതെവിടെയാ? ചേകന്നൂരിനെ കുറിച്ച് പറയുന്നിടത്ത് ആ മൗലവി പറയുന്നത്, ചേകന്നൂർ ഒറ്റയടിക്ക് 5 വഖത്ത് നിസ്കാരം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. മൂപ്പരെന്തേ ചെയ്തിട്ടുള്ളൂ? മൂപ്പർ ആദ്യം പറഞ്ഞത് നിസ്കാരം 5 ഉണ്ട്, അത് 3 സമയത്ത് നിസ്കരിച്ചാൽ മതിയെന്ന. ഏതുപോലെ വഹാബികൾ പറയുന്നുണ്ടല്ലോ സ്വലാത്ത് ഉണ്ട്, അത് അത്തയ്യാത്തത് മാത്രം മതി എന്ന് പറയുന്ന മറ്റൊരു ശൈലി. എല്ലാ വിധത്തും അങ്ങനെയാ കേറി വരിക. അങ്ങനെ സക്കരിയ പറയാണ്. പിന്നെ മൂപ്പര് പറഞ്ഞു 3 ഇല്ല. പിന്നെ അയാൾ അനുയായികൾ പറയണേ 2 ഇല്ല 1 ഇല്ല എന്നാണ്. അപ്പൊ എന്താ? ഒറ്റയടിക്ക് ഒരു നിസ്കാരവും പറ്റൂല എന്ന് പറഞ്ഞാൽ 3 അടി കിട്ടും. അത് പേടിച്ചിട്ടാണ് ഒറ്റ നിസ്കാരം പാടില്ല എന്ന് പറയാഞ്ഞത് എന്നാ. ഇപ്പൊ ചേകനൂര് നിസ്കാരമില്ലാന്ന് എങ്ങനെ പറഞ്ഞത്? 5 വഖത്ത് നിസ്കാരമുണ്ട്, പക്ഷെ തൊഴിലാളികൾ അത് 3 നേരമായി നിസ്കരിച്ചാൽ മതി. 5 വഖത്തുണ്ട്, പക്ഷെ 3 നേരം വഖത്തിന്റെ നേരെ. അപ്പൊ മൊത്തത്തിൽ 3 നേരമുള്ളൂ. കേൾക്കുമ്പോ എന്ത് മനസ്സിലാവും? തൊഴിലാളികൾ ആളാട്ടെ ഇയാള്. 5 ഉണ്ടെങ്കിലും നമ്മൾ 3 ആയിട്ട് നിസ്കരിച്ച മൊലാളിമാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. മൗലൈമാർക്കും നിസ്കരിച്ചെന്നെ ഒരു ബാങ്ക് കഴിയുമ്പോൾ അടുത്ത ബാങ്ക് ഇയാള് തൊഴിലാളിന്റെ ആളാട്ടോ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു നിസ്കാരം 3 തന്നെ ഉള്ളൂ, അതിൽ തന്നെ 3 ഉള്ളൂ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞ് 2 ഉള്ളൂ എന്നാണ് എന്റെ ഗവേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പൊ അയാൾ അനുയായികൾ പറയുന്നത് എന്താ ഞങ്ങള് നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ കവാത്തൊന്നുമില്ല, ലക്ഷക്കണക്കിന് ചെലവാക്കിയ പള്ളിന്റെ ആവശ്യമല്ല. അഖമി സ്വലാത്തൽ ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുക. ഒരു ഓർമ്മ ഇങ്ങനെ ഉണ്ടായാ മതി. ബാങ്ക് കൊടുക്കാൻ വണ്ടി ഓടിക്കുന്നോ, വണ്ടി ഇങ്ങനെ വളവിൽ തിരിച്ചുമ്പോ അള്ളാന്ന് വിളിച്ച ഓന്റെ നിസ്കാരം കഴിഞ്ഞു. ഹോട്ടലിൽ ചായ വാർന്നു കൊടുക്കണ ചായ മക്കാനിക്കാരം റബ്ബേ എന്ന് വിളിച്ചാൽ ഓന്റെ നിസ്കാരം കഴിഞ്ഞു. സാധനം തൂക്കി കൊടുക്കണം, പീടിയാൽ ഇങ്ങനെ അത് 2 ഉള്ളിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ സിലാസ് നോക്കുമ്പോ അള്ളാ തന്ന ഓന്റെ നിസ്കാരം കഴിഞ്ഞു. കന്നൂട്ടുന്നോ കരി ഇങ്ങനെ പിടിക്കുമ്പോ അല്ലേ, കലപ്പ പിടിക്കുമ്പോ റബ്ബേ എന്ന ഓന്റെ നിസ്കാരം കഴിഞ്ഞു. ഒരു ഖവാത്ത് വേണ്ട, ലക്ഷക്കണക്കിന് രൂപ പള്ളിയും വേണ്ട, അള്ളാനെ ഓർത്താ മതി. അപ്പൊ ചേകനൂർ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഹേയ്, ചേകനൂർ നിസ്കാരത്തിനെതിരല്ല. അയാൾ പറഞ്ഞത് 5 വഖത്തുണ്ട്, എന്നാലത് 3 ആക്കി തൊഴിലാളികൾക്ക് സൗകര്യത്തിൽ നിസ്കരിക്കാൻ അല്ലാഹു ഇളവ് നൽകിയിട്ടുണ്ടെന്നാ. അയാൾ 3 നിസ്കരിക്കലില്ല എന്ന് അയാളൊപ്പം ജീവിച്ചവർക്കറിയാം. അങ്ങനെ തന്നെയാണ് നിഷേധം തുടങ്ങിയത്. നിഷേധം ഒറ്റടിക്കാൻ ഞാൻ മോന്തക്കടി കിട്ടുമല്ലോ. ആ മൂന്തക്കടി പേടിച്ചിട്ടാണ് ഒറ്റ സ്വലാത്തും പാടില്ല എന്ന് ഒറ്റയടിക്ക് പറയാത്തത്. അത് നന്നായി മൗലവിമാർക്ക് അറിയാം. അപ്പം മൗലവിമാർ എന്തു പറഞ്ഞു? സ്വലാത്തൊക്കെ പറ്റൂട്ടോ, അത് അത്തയ്യാത്തത് മാത്രം മതി. അവിടുക്കണ് മുജാഹിദീങ്ങൾ പാകപ്പെട്ട പിന്നെ ലത്തീഫ് മൗലവി കാര്യമായിട്ട് ചോദിക്കും സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, നബിന്റെ പേരും കേട്ടുമ്പോ സല്ലല്ലാഹു, ഇതെന്താ? പിന്നെ മൗലവിക്ക് അതും തിരിയാതെയാകാണ് എന്താ ഈ സ്വലാത്ത് എന്നുള്ളത്. അങ്ങനെയാണ് ബിദ്അത്ത് എല്ലാ രംഗത്തും കയറി വരൽ. അതെല്ലാ ബിദ്അത്തും അങ്ങനെ തന്നെയാണ്. കാരണം എന്താണ്? മൗലവിമാർക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോടൊരു ബന്ധവുമില്ല, അള്ളാഹുവിന്റെ പ്രവാചകനോടൊരു കണക്ഷനുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകനുമായി ആത്മീയമായ ബന്ധമില്ലാത്ത കക്ഷികൾ ആ നേതാവിനെ ചെറുതാക്കാൻ ശ്രമിക്കുകയും സ്വന്തം നേതാക്കന്മാരെ വലുതാക്കാൻ ശ്രമിക്കുകയുമാണ്. ഇവിടെ മദ്ഹ് ചെയ്യുന്നതിനെ വിമർശിക്കുന്നവർ, മൗലിദിനെ വിമർശിക്കുന്നവർ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്തിനെ ചുരുക്കിക്കെട്ടുന്നവർ സ്വന്തം നേതാക്കന്മാരുടെ മദ്ഹ് പാടാറില്ലേ? സ്വന്തം നേതാക്കന്മാരുടെ പേരിൽ മദ്ഹ് പറയാറില്ലേ? പക്ഷേ റസൂലുള്ളാന്റെ പേരിലാകുമ്പോഴാണ് മടി, അവിടെയാണ് പറകോട്ട് നിൽക്കുന്നത്. നോക്ക് നിങ്ങൾ, മൗലവിമാരെ കുറിച്ച് അവർ പറഞ്ഞു വെച്ചത് എന്തൊക്കെയാണ്? ഇത് അവരുടെ നേതാവിനെ കുറിച്ച് പറഞ്ഞതാണ്. മൗലവി വക്കം മൗലവിയെ കുറിച്ച് മൗലവിമാര് പരിചയപ്പെടുത്തിയതാണ്. എങ്ങനെയാണ് അവർ പറയുന്നത്? അതിന്റെ ഹെഡിങ് തന്നെ സിറാജുൽ ഹുദ എന്നാണ്. മൗലവിമാര് അവരുടെ നേതാവായ വക്കം മൗലവിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? സിറാജുൽ ഹുദ. എന്താ അതിന്റെ അർത്ഥം? സന്മാർഗത്തിന്റെ വെളിച്ചം എന്നാണ്.
അങ്ങനെ മൗലവിയെ കുറിച്ചുള്ള മദ്ഹിന് സിറാജുൽ ഹുദ എന്ന് പേര് വെച്ച മൗലവിമാര് അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് സിറാജ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുകയാണ്. എന്നാൽ ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സിറാജാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹ് ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയപ്പോ ആ പരിചയപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അവിടത്തെ കുറിച്ച് മദ്ഹ് പറഞ്ഞു. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. അല്ലാഹു പരിചയപ്പെടുത്തിയതല്ലേ ഹബീബിനെ കുറിച്ച് വെളിച്ചമെന്ന്. ആ അർത്ഥത്തിൽ പണ്ഡിതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സിറാജ് എന്ന് പറഞ്ഞപ്പോൾ, വിളക്കെന്ന് പറഞ്ഞപ്പോൾ അതെടുത്തുകൊണ്ട് മൗലവിമാര് കുതിര കയറുകയാണ്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. പ്രവാചകരെ, അങ്ങ് ആത്മീയ ലോകത്തു തന്നെ പ്രകാശം ചൊരിയുന്ന നൂറാണ്. അങ്ങ് ലോകത്ത് ജനിച്ചു വീണപ്പോഴും ആ പ്രകാശഹാരിയാണ്. അതുകൊണ്ട് അങ്ങുള്ളയിടത്ത് പ്രകാശത്തിന്റെ ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ ഖുർആൻ തന്നെ പറഞ്ഞ സിറാജ് എന്ന പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി പണ്ഡിതന്മാര് ബെയ്ത്ത് പാടിയപ്പോൾ ഒരു മൗലവി അതിനെ പരിഹസിക്കണം. എന്താണ്? അള്ളാന്റെ റസൂൽ അപ്പൊ പെരയിലുണ്ടായ പിന്നെ ആയിഷ ബീവിക്ക് ടോർച്ച് എടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് അങ്ങോട്ടും നാണി ഒന്ന് ഇങ്ങോട്ടും നാണി എന്ന് പറഞ്ഞാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മൗലിദ് കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി ഒരു വിളക്കാണ്. അങ്ങനെ മുഹമ്മദ് നബി ഒരു വിളക്കാണ്. ആ മുഹമ്മദ് നബി ഒരു വിളക്കായതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ എന്ത് വേണ്ട? വെളിച്ചം വേണ്ട. മുഹമ്മദ് നബി എന്റെ വിളക്കാണ്. അപ്പൊ ആയിഷ ബീവിന്റെ എന്തെങ്കിലും വീണുപോയാല് റസൂൽ എന്നും കിടക്കി നോക്കട്ടെ, ഞാൻ തരട്ടെ, വെളിച്ചം കിടക്കി. ടോർച്ചാണല്ലോ നബി. അങ്ങനെ ലൈസ മുഹ്താജൻ ഇലസ്സുറുജീന, വിളക്കിന്റെ ആവശ്യമില്ല. മുഹമ്മദ് നബി വിളക്കാണ്. താങ്കൾ താമസിക്കുന്ന വീട് പ്രകാശത്തിന്റെ വിളക്കാണ്. അതുകൊണ്ട് ഇവിടെ ലൈസ മുഹ്താജൻ ഇലസ്സുറുജി, സൂരജിന്റെ ആവശ്യമില്ല. സഹോദരന്മാരെ, എന്തിനാണ് മൗലവിമാര് മുസ്ലിങ്ങളുടെ പ്രവാചകനെ കുതിര കയറുന്നത്? അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ മാറി നിന്നുകൂടെ? ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച് ഏതു മതത്തിലെങ്കിലും ചേക്കേറിക്കൂടെ? ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പദമാണ് സിറാജ് എന്നത്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറാ. പ്രകാശം പൊഴിക്കുന്ന വിളക്കാണ് പ്രവാചകൻ എന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ പച്ചയായ പ്രഖ്യാപനമല്ലേ? ആ സിറാജ് എന്ന പദം മാത്രമല്ലേ ആ ബൈത്തുൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ? അതിനെയല്ലേ മൗലവിമാരെ നിങ്ങൾ പരിഹസിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ കുതിര കയറുന്നത്? എന്തിനാണ് ഞങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ പരിഹസിക്കുന്നത്? മാപ്പിള സമുദായത്തിന്റെ തറവാട്ടിൽ കയറി നിന്ന് മുസ്ലിങ്ങളുടെ പ്രവാചകനെ പല്ലിളിച്ച് പരിഹസിക്കുന്ന മൗലവിമാരെ, നിങ്ങൾക്ക് മതത്തിന്റെ ബാലപാഠം കയ്യിലില്ല. എന്നാൽ വളരെ വൈരുദ്ധ്യം നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം മുജാഹിദുകളെ. അള്ളാന്റെ റസൂലിനെ സിറാജി എന്ന് പറഞ്ഞപ്പോ പൊള്ളിയ മൗലവിമാർക്ക്, അള്ളാന്റെ റസൂലിനെ സിറാജി എന്ന് പറഞ്ഞപ്പോ വേദനിച്ച മൗലവിമാർക്ക്, അവരുടെ ഒന്നേകാലിന്റെ അരക്കാശിന് വകയില്ലാത്ത മൗലവിയെ, വിവരക്കേടിന്റെ ആശാനായ മൗലവിയെ, തോന്നിവാസത്തിന്റെ ആൾരൂപമായ വഹാബി പുരോഹിതൻ ജീവൻ പോയപ്പോ അയാളെ കുറിച്ച് സിറാജ് എന്ന് എഴുതി വെച്ചില്ലേ? ഞങ്ങളെ നേതാവിനെ കുറിച്ച് സിറാജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിഹസിക്കുകയാണ്. നിങ്ങളുടെ അരക്കാശിന് വകയില്ലാത്ത വൃത്തികെട്ട പാതിരിമാരെ കുറിച്ച് സിറാജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കുകയാണ്. അങ്ങനെ അതാ സ്വന്തം പുരോഹിതനെ കുറിച്ച് സിറാജ് എന്ന വാക്കിൽ പരിചയപ്പെടുത്തുന്ന മൗലവിമാര് ആ നേതാവിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നത് എന്താണ്? ഫിസ്ദിഖി കനാബ ബക്കരിം വഹൈദറഫി ശജാഅതിൻ വഗദാ ഫിൽ ഇൽമി ഉസ്മാനാ. എന്താ മൗലവിമാര് പറയുന്നത്? ഒന്നേകാലിന്റെ വിലയില്ലാത്തൊരു മൗലവിയെ, ഒരു വിഡ്ഢിത്തം നിറഞ്ഞ പുരോഹിതനെ, അള്ളാന്റെ മതപ്രമാണത്തിൽ കടന്നു കയറിയ ചിരലിനെ മൗലവിമാര് പരിചയപ്പെടുത്തുകയാണ്. ഫിസ്ദിഖി കനാബ ബക്കരിം വഹൈദറഫി. മൗലവിയെ, വഹാബി പാതിരി,
സത്യസന്ധതയുടെ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് തുല്യനാണ് പോൽ. ഏതാ മൗലവിമാരെ ഈ ചരക്ക്? അള്ളാന്റെ മതത്തിൽ പോലും വഞ്ചന നടത്തിയ 1-ാം നമ്പർ ചതിയനായ നിങ്ങളുടെ പുരോഹിതൻ, ആ പുരോഹിതൻ ഞങ്ങളുടെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് സത്യസന്ധതയിൽ സമമാണെന്ന് എഴുതി വെച്ച വൃത്തികെട്ട മൗലവി പുരോഹിതന്മാരെ, അള്ളാന്റെ റസൂലിനെ കുറിച്ച് സിറാജ് എന്ന് പറഞ്ഞാ പൊള്ളുന്ന നിങ്ങൾക്ക് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അവിടുത്തെ ജീവിതം കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് കിട്ടിയത് ഈ 1-ാം നമ്പർ മതത്തിലെ പുരോഹിതനായ വക്കം മൗലവിയല്ലേ? എന്നിട്ട് പറയുന്നതോ ധീരതയുടെ വിഷയത്തിൽ ഈ മൗലവി ആരാന്നറിയോ? അലി റളിയല്ലാഹു തആല അൻഹുവിന് തുല്യനാണ്. ഏതാ ഈ 1-ാം നമ്പർ സാധനങ്ങൾ എന്നറിയോ? ഏറ്റവും വ്യാജച്ചരക്കാണ്. അള്ളാന്റെ മതത്തിലെ 1-ാം നമ്പർ വ്യാജ കരിഞ്ചന്തകളെ കൊണ്ടുവന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് തുലനപ്പെടുത്തുന്ന പുരോഹിത വർഗമേ, അതുപോലെ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് തുലനപ്പെടുത്തുന്ന പുരോഹിതന്മാരെ, പോരാ ഇൽമിന്റെ വിഷയത്തിൽ ഇയാൾ ആരാണത്രേ? ഷാഫി ഇമാമിനെക്കാളും കവച്ചു വെക്കുന്ന, അബൂ ഹനീഫ ഇമാമിനെക്കാളും കവച്ചു വെക്കുന്ന, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുമേക്കാളും കവച്ചു വെക്കുന്ന, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനു സമമായ അറിവിന്റെ അക്ഷയക്കനിയാണ് പോൽ. ഓ മൗലവിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പിന്നിൽ നിന്ന്, സ്വഹാബത്തിന്റെ പിന്നിൽ നിന്ന്, ഇമാമുമാരുടെ പിന്നിൽ നിന്ന് അരക്കാശിന്റെ വിലയില്ലാത്ത പുരോഹിത ജനവിഭാഗത്തിന്റെ പിറകിലേക്ക് മാപ്പിളമാരെ കൊണ്ടുപോയി മതം കൊല്ലലല്ലേ നിങ്ങളുടെ അജണ്ട? അതിന് മുസ്ലിങ്ങൾ സമ്മതിക്കൂല കേട്ടോ. ജീവനുള്ള കാലത്തോളം ഞങ്ങൾ ആണയിട്ട് പറയുന്നു, കാട്ടുമുണ്ടയിൽ ഞങ്ങളുടെ പരിപാടി ഇനി അവസാനിക്കുകയില്ല. അങ്ങാടിയുടെ നടുത്തളത്തിൽ ഓഫീസ് തുറന്നു വെച്ച് LCD വെച്ച് പണ്ഡിതന്മാരെയും മുസ്ലിങ്ങളെയും നിങ്ങൾ കുതിര കയറാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അന്നിവിടെ ആർക്കും ശബ്ദമലിനീകരണത്തിന്റെ പ്രശ്നമില്ല, അന്നാർക്കും ഇവിടെ മറ്റു പ്രതിസന്ധികളില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ ആർക്കെങ്കിലും ശബ്ദമലിനീകരണമായി തോന്നുന്നുവെങ്കിൽ കടകടച്ച് വീട്ടിലിരിക്കുകയല്ലാതെ മാർഗമില്ല. ഈ രാജ്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മൗലവി പുരോഹിതന്മാരുടെ കാട്ടുകള്ളത്തരങ്ങള് മുസ്ലിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഷാഫി ഇമാമിന് വിവരമില്ല, അബൂ ഹനീഫ ഇമാമിന് വിവരമില്ല, അതുപോലെ ഷാഫി ഇമാമിന് സത്യസന്ധതയില്ല. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞിട്ട് പിന്നെ മൗലവിമാർക്ക് കിട്ടിയ സത്യസന്ധൻ ആരാ? ഈ അരക്കാശിന് വകയില്ലാത്ത മൗലവി. ഇനിയും കേട്ടോ മൗലവിന്റെ മദ്ഹ്. വകാന ഫീ അദിലിഹി ബൈനൽ വറാ ഉമറാ വഫീ നസീഹതിഹി ലിന്നാസി ലുഖ്മാനാ. ഇനിപ്പാരും പറയാൻ ബാക്കിയില്ല. നീതിയുടെ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു തആല, ഉപദേശത്തിന്റെ വിഷയത്തിൽ ലുഖ്മാൻ റളിയല്ലാഹു തആല. ഇങ്ങനത്തെ ഒരു ചരക്ക് മൗലവി അല്ലാതെ ഇനി വേറെ കിട്ടാല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സ്വന്തം പുരോഹിതന്മാരെ കുറിച്ച് എങ്ങനെ വൃത്തികേടും വിഡ്ഢിത്തം പറഞ്ഞാലും വാത്തൊടാതെ വിഴുങ്ങുന്ന വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ച മദ്ഹില് വല്ലാത്ത വസ്വാസ. ആരെയായി ഇവർ മദ്ഹ് പറയാത്തതേ? ഇതുപോലെ എത്ര മദ്ഹുകൾ നിങ്ങൾ എഴുതി വെച്ചതുണ്ട് സഹോദരന്മാരെ. ഇതുപോലെ ഉമർ മൗലവിയെ കുറിച്ച്, വെളിയങ്കോട് ഉമർ മൗലവിയെ കുറിച്ച് വല്ലാത്തൊരു ഖസീദ, ഖസീദത്തും ഫീ റസായി ശൈഖ് ഉമർ അഹ്മദ് മലൈബാരി. പേരൊക്കെ പാടെ കേട്ടത് ഏതോ ദുന്യാവിന്ന് ഇറക്കുമതി ചെയ്തൊരു സാധനാന്ന് തോന്നുന്നു. ഇത് വെളിയങ്കോട്ട ഉമറാക്കിയാക്കി. അയാളെ കുറിച്ച് അപ്പൊ ഷെയ്ഖ് ഉമർ മൗലവി ഇവിടെ സക്കരിയ സോലായി റഹിമഹുല്ലാ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അവിടെ റാന്ന് കൂട്ടിക്കൊടുക്കൽ വേറെയാ. നിങ്ങൾ റാന്ന് പറയണേന് ഞങ്ങൾ കൂട്ടിക്കൊടുക്കൽ വേറെയാ. അപ്പോ വെളിയങ്കോട്ട ഉമ്മർ മൗലവി എന്ന പാതിരിയെ കുറിച്ച് പറഞ്ഞ് ആദ്യം കുറെ ഹദീസ് ഉണ്ട്. നമ്മൾ മൗലൂദിലിട മാതിരി തന്നെ കുറെ ഹദീസ് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് എന്താ അറിയോ? അല്ലാഹു അംബതഹു നബാതൻ സാലിഹ മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്ഖിൻ സാറാ. ഈ ഉമ്മർ മൗലവി എന്ന സാധനം ഉണ്ടല്ലോ, ആ പയറ്റും ഗുരുവിനെ വിത്തിട്ടത് ആരാണ് പറയുന്നത്? അള്ളാഹു താല നേരിട്ട് വന്ന് കുഴിച്ചിട്ട സാധനമാണ്. ആ മൗലൂദിന് അർത്ഥം വെക്കണ മാതിരി നിങ്ങളെ മൗലൂദ് ഞങ്ങളൊന്ന് അർത്ഥം വെച്ചോക്കട്ടെ.
വല്ലാഹു അംബതഹു നബാതൻ സാലിഹ മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്ഖിൻ സാറാ. ഇത് മൗലവിമാരെ കുറിച്ച് പറയാ. ഈ പയറ്റും ഗുരുവിന് വിത്തിട്ടത് പടച്ചോ നേരിട്ട. എന്നിട്ടോ മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്ഖിൻ സാറാ. ഈ ഉമർ മൗലവി എന്ന സാധന ഏതാരങ്ങള് ദുന്യാവിൽ ഇത്രയും കാലം ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്. എന്നാ ഉമർ മൗലവി റസൂലുള്ളാഹിനെ കുറിച്ച് എഴുതി വെച്ചതോ 1971 സെൽസബീലിൽ ഉമർ മൗലവി പച്ച മലയാളത്തിൽ എഴുതി വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 100 തെറ്റുവരെ ചെയ്യുന്ന, അതായത് കേരളം, കർണാടക, തമിഴ്നാട് അതിർത്തിയെ വിറപ്പിച്ച കൊള്ളക്കാരനാ വീരപ്പൻ. അയാളെ കുറിച്ച് ഈ 3 ഭാഷകളിലും ഇങ്ങനെ ഒരു വിവരം ഒരു പത്രക്കാരും എഴുതിയിട്ടില്ല. മൂപ്പര് ഒരു ദിവസം തന്നെ ഈ 100 കണക്കിന് തോന്നിയാസം ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു ദിവസം 100 തെറ്റ് ചെയ്യുമെന്ന് എഴുതി വെച്ച പച്ചയായ ഒരു ധിക്കാരിയെ മൗലവിമാര് പരിചയപ്പെടുത്താണ്. മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്കിൻ സാറാ. റസൂലുള്ള ഒരു ദിവസം 100 തെറ്റ്. ഉമർ മൗലവിയോ മുസാഹിഫിന്റെ നടുക്കണ്ടോ കണ്ടങ്ങൾ കാക്കക്ക് തൻ കുഞ്ഞു പൊൻ കുഞ്ഞേ. എന്ത് വൃത്തികേടാ എഴുതി വെച്ചത്. എന്നിട്ടോ